ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പുകാല ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ധ്യാന വിഷയം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി 5-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യം മത്തായി 5-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. യേശുക്രിസ്തുവിൻ്റെ ഉപമകൾ നോക്കുമ്പോൾ അവയെല്ലാം സാധാരണ ജനങ്ങൾക്ക് നിത്യപരിചിതമായ വസ്തുക്കളായിരുന്നു. കടുകും ഉപ്പും പൂക്കളുമൊക്കെ അവയിൽ ചിലത് മാത്രമാണ്. ഇവിടെ ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരെയും ഉദ്ദേശിച്ച് യേശു ഭൂമിയുടെ ഉപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അനുദിന ജീവിതത്തിൽ ഉപ്പ് എന്തൊക്കെ രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്നുവോ അതുപോലെയെല്ലാം നാമും നമ്മുടെ സഹോദരർക്കും ലോകത്തിനും ഉപകാരപ്പെടണം എന്ന് തന്നെയാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി, ഉപ്പ് ഭക്ഷണത്തിനും മറ്റും ചേർക്കും വഴി ആ ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിക്കുന്നു. ഇതുപോലെ നാമും നമ്മോട് ഇടപഴകുന്നവരിൽ നന്മയുടെ ശീലം പകരണം. ബന്ധങ്ങളിൽ സന്തോഷകരമായ രുചിയുടെ അനുഭവങ്ങൾ ഉണ്ടാക്കണം. 2. ഭക്ഷണവും പെട്ടെന്ന് കേടാകുന്ന മറ്റു വസ്തുക്കളും എളുപ്പം കേടാകാതെ സൂക്ഷിക്കാൻ ഉപ്പ് ഒരു സംരക്ഷണ ഉപാധിയാണ്. നാമാകുന്ന ഉപ്പിനും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയാണ് ചെയ്യാനുള്ളത്. തിന്മയുടെ പ്രലോഭനങ്ങൾക്ക് ചെവി കൊടുക്കാതെ സമൂഹത്തിന് സംരക്ഷണ മാതൃകയാകുവാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ട്. പ്രിയരെ, ഇന്നു മുതൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന് യേശുവിൻ്റെ വാക്കുകളിലൂടെ അർത്ഥമറിഞ്ഞ് ജീവിക്കാമോ? അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.